ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ നിലവിൽ വണ്ടി ഓടുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ, പിന്നെ ബ്രേക്കൊക്കെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കിങ് വരാം. അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളത് കയറ്റി അഴിച്ചായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ് ജനറലായിട്ട് സർവീസൊക്കെ ചെയ്ത് പോയ വണ്ടിയാണ്. പക്ഷെ അന്നും നമ്മൾ ബാക്ക് വീലൊക്കെ അഴിച്ചിട്ട് അതിൻ്റെ ഷാഫ്റ്റ് ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനുള്ള പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ അന്ന് കണ്ടിട്ടുണ്ടായില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ ഒരു ബെയറിങ്ങിൻ്റെ പ്ലേ സ്റ്റാർട്ട് ചെയ്തത്. അതായത് തീരെ മോശം എന്നല്ല, കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചതാണ്. അപ്പോൾ ബെയറിങ് മാറ്റാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ ബെയറിങ്ങാണ് എൻ്റെ കംപ്ലയിൻറ്റ് വന്നേക്കുന്നത്. ബെയറിങ് മാറ്റാൻ വേണ്ടി അയക്കണമെന്ന് സ്വാഭാവികമായിട്ടും അത് ഈ കേസിൻ്റെ ഉള്ളിൽ നിന്നാണ് ബെയറിങ് അടിക്കുക. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് നമ്മൾ ഇറക്കണം. ഈ സൈഡ് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് ഇറക്കിയതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ അത് അഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഓയിൽ സീല്, ബ്രീത്തർ പൈപ്പ്, ഗ്യാസ്കറ്റ്, ഗിയർ ഓയിൽ അടക്കം മാറ്റി വേണം റീസെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. ഇപ്പോൾ നിലവിൽ വേറെ ഭാഗങ്ങളിലൊന്നും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഈ ബെയറിങ്ങാണ് നമുക്ക് കംപ്ലയിൻ്റ് കാണിച്ചത്. അപ്പോൾ ആ ബെയറിങ് ഓയിൽ സീലും കാര്യങ്ങളും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യാം. അതേപോലെ ഗിയറിനകത്ത് തന്നെ ഓയിലടക്കം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കിത് ചെയ്ത് വരുമ്പോൾ ശരിക്കും ഗിയർ ബോക്സൊക്കെ റിപ്പയറിങ്ങിനായിട്ട് അഴിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിന് ഒരു ബെയറിങ് മാത്രമാണ് കംപ്ലയിൻ്റ് ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഏകദേശം നമുക്കൊരു 1150 രൂപയൊക്കെയാണ് മിനിമം സാധാരണ രീതിയിൽ വരാറ്. അതായത് ലേബർ ചാർജും പാർട്സുകളുടെ എമൗണ്ട് അടക്കം ഏകദേശം ഒരു 1150 രൂപയാണ് വരുന്നത്. 1150 രൂപ അടുത്ത് വരും. പിന്നെ ബെയറിങ്ങുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ ബെയറിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഈ സൈഡിൽ വന്ന ബെയറിങ്ങുകളോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വന്ന ബെയറിങ്ങുകളോ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങുകളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് ആ പാർട്സിൻ്റെയും കൂടി എമൗണ്ട് അഡീഷണലായിട്ട് വരും. അപ്പോൾ ഇത് നിലവിൽ ഏകദേശം നമുക്കൊരു 1150 രൂപ അടുത്താണ് നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ. അപ്പോൾ നമ്മൾ അതായത് ലേബർ അടക്കം കേട്ടോ, പണിക്കാശും ഈ പറഞ്ഞ പോലെ പാർട്സുകളുടെയും എല്ലാം, ഗിയർ ഓയിൽ, ഓയിൽ സീൽ, ബെയറിങ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ആ എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 11 മണിയൊക്കെ ആവട്ടെ തീർന്ന് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇത് പറഞ്ഞു. അതിൻ്റെ ലക്ഷണം കാണിച്ചതെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്. പിന്നെ ബ്രേക്ക് ഇങ്ങനെ ചതഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ കാണിക്കുക. അതാണ് കംപ്ലയിൻ്റ് ആവുക. പിന്നെ നമുക്ക് ഏകദേശം വണ്ടി ഇപ്പോൾ ഒരു ഉള്ളുവഴിക്കൊക്കെ ഓടുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ആ ബെയറിങ് പോയേക്കുന്നതിൻ്റേതായിട്ടുള്ള ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അയച്ചാനാണ് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.